മുൻ ഗതാഗത മന്ത്രിയും സർവോപരി രസികനുമായ തിരുവഞ്ചൂരിൻ്റെ ഊഴമാണിനി. അദ്ദേഹം കുറച്ച് ദിവസമായി കാര്യങ്ങൾ പഠിക്കുകയായിരുന്നു KSRTCയെക്കുറിച്ച്. മന്ത്രിയായിരുന്ന സമയത്ത് KSRTCയെ പരിപോഷിപ്പിച്ച് മന്ത്രിസ്ഥാനത്ത് നിറങ്ങുമ്പോൾ ആനവണ്ടിയെ വൻ ലാഭത്തിലാക്കിയ മന്ത്രിയാണല്ലോ അദ്ദേഹം. എന്നാൽ KSRTC കുറച്ച നിരക്ക് ഇപ്പോൾ വർദ്ധിപ്പിച്ചതോടെ തിരുവഞ്ചൂരിനെ അത് വേദനിപ്പിച്ചു. മിനിമം ചാർജ് കൂട്ടുക മാത്രമല്ല, അവർക്ക് ജീവനക്കാർക്ക് കൊടുക്കാനുണ്ടായിരുന്ന DA ഒരു ഗഡു കൊടുക്കണ്ടെന്ന് പറഞ്ഞു, അതും വർദ്ധിപ്പിച്ചു. UDF ഗവൺമെന്റ് അങ്ങോട്ട് കൈമാറ്റം ചെയ്യുന്ന കാലത്ത് ഞങ്ങൾ 2011 UDF ഗവൺമെന്റ് കയ്യിൽ KSRTC കിട്ടുന്ന സമയത്ത് 42% DA കുടിശ്ശികയായിരുന്നു. അന്ന് സാമ്പത്തിക ഋണബാധ്യത വളരെ കൂടുതലായിരുന്നു. ഒരു മാസത്തിൽ വരവും ചെലവും തമ്മിൽ ഏതാണ്ട് 105 കോടി മുതൽ 120 കോടി രൂപയുടെ വ്യത്യാസമായിരുന്നു. ഭരണം അവസാനിക്കുന്ന സന്ദർഭത്തിൽ അതിനെല്ലാം ഒരു ക്രമീകരണം ഉണ്ടായി. വരവും ചെലവും തമ്മിലുള്ള ഡിഫറൻസ് 38 കോടി രൂപയായി താഴ്ത്തി. 39% DA കുടിശ്ശിക ഉണ്ടായിരുന്നത് അത് ക്രമാനുഗതമായി തൊഴിലാളികളുടെ കൂടി സമ്മതത്തോടു കൂടി തീർക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയുടെ പ്രാരംഭ നടപടികൾ നടന്നു. ശമ്പള പരിഷ്കരണത്തിന്റെ അവരുമായിട്ടുള്ള എഗ്രിമെന്റ് ഒപ്പുവെച്ചു. എംപാനൽ ജീവനക്കാർക്ക് ശമ്പള വർധനവ് കൊടുത്തു. അവർ ലേബറേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കും ആ വർധനവിന്റെ സാഹചര്യം കൊടുത്തു. ബസ് ചാർജ് 1 രൂപ ഓർഡിനറി ബസ്സിൽ അത് കുറച്ചു. 1,30,000 കുട്ടികൾക്ക് സമ്പൂർണ്ണ സൗജന്യമായി ബസ്സിൽ യാത്ര ചെയ്യാനും വിദ്യാലയത്തിൽ പോയി പഠിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തു. അതിനുശേഷം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ കുറെ പഴയ സർക്കാരിനെ കുറിച്ച് എല്ലാ വകുപ്പിലും അവർ പറഞ്ഞുകൊണ്ടിരുന്നു, ഈ വകുപ്പിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ താരതമ്യേന കുറവായിരുന്നു. ഇപ്പൊ വന്നിട്ട് എന്താ? ശമ്പളം ഇല്ല, എന്റെ തെറ്റ്. പെൻഷൻ ഇല്ല, എന്റെ തെറ്റ്. DA കുടിശ്ശിക കൊടുക്കാമെന്ന് പറഞ്ഞത് കട്ട് ചെയ്തു, എന്റെ തെറ്റ്. അവർക്ക് ജീവനക്കാർക്ക് ആകെപ്പാടെ അവിടെ നടക്കുന്ന ട്രാൻസ്ഫർ മാത്രമാണ് ഒരു ഭരണം എന്ന് പറയുന്ന രൂപത്തിൽ നടക്കുന്നത്. സ്ഥലമാറ്റം മാത്രമാണ് നടക്കുന്നത്, അതും പ്രതികാര സ്ഥലമാണ്. അറിഞ്ഞോ അറിയാതെയും തെറ്റുകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാനതിന് ഇവിടെ യഥാർത്ഥത്തിൽ നമ്മളുടെ ഗതാഗത വകുപ്പ് മന്ത്രി കുറ്റപ്പെടുത്തുന്നില്ല. കാരണം അദ്ദേഹം വിചാരിച്ചാലും നടക്കില്ല. ഒന്നിലും വേദനിക്കാത്ത കരിങ്കല്ല് കൊണ്ടുള്ള മനുഷ്യനാണല്ലോ ഞാൻ. നടക്കണമെങ്കിൽ നമ്മളുടെ ധനകാര്യ വകുപ്പ് മന്ത്രി വിചാരിക്കണം. അതേോട്ട് വിചാരിക്കത്തില്ല. എത്രയും പെട്ടെന്ന് KSRTC ലാഭവും നഷ്ടവും ഇല്ലാതെ പ്രവർത്തിക്കുന്നതിന് ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കിയേ തീരും, ഒരു പാക്കേജ് തയ്യാറാക്കിയേ തീരും. അപ്പോ ചുരുക്കി പറഞ്ഞാൽ കൊടുക്കത്തില്ല എന്നർത്ഥം. ചക്കര ഇറ്റുന്നിടത്തല്ലേ ഉറുമ്പ് പായൂ. ഇങ്ങനൊരു നമശിവായം ഗവൺമെന്റിനെ ഞാനിപ്പോൾ ആദ്യം കാണുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും കാര്യമായിട്ട് ഒരു ഇന്റർഫിയറൻസ് ഇല്ല. ഒരു ഇടപെടൽ നടത്തേണ്ടടുത്ത് ഇടപെടൽ നടത്തുന്നില്ല. അവർക്ക് കുറെ കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ പറ്റും, അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. അതിന് പറ്റത്തക്ക വിധത്തിലുള്ള നടപടിയിലേക്ക് പോകണം. ആ നടപടിയിലേക്ക് പോകുന്നതിന് പകരം ഗവൺമെന്റ് ഇങ്ങനെ മൗനീഭാവ എന്നുള്ള നിലയിൽ ഇരിക്കും. ഇപ്പോൾ മുഴുവൻ കാലവും ജോലി ചെയ്താൽ മുക്കാൽക്കാലം ശമ്പളം കൊടുക്കും എന്നുള്ളതാണ്. 75%, മുക്കാൽ ഭാഗം. ബാക്കിയുള്ള ശമ്പളത്തിന് ഇവിടെ പോകും. അടുത്ത മാസത്തേക്ക് നോക്കിയാൽ അടുത്ത മാസത്തേക്ക് കിട്ടും എന്നുള്ളതിനോടൊപ്പം എന്താ അതൊട്ട് ഉറപ്പില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ഊപ്പ് കുത്തുന്നതിന് വേണ്ടിയുള്ള സാഹചര്യത്തിലോട്ട് പോകുക. ഗവൺമെന്റ് പക്ഷേ നിഷ്ക്രിയമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ തെറ്റ്. എന്റെ തെറ്റ്. അങ്ങനെ KSRTCയെ എല്ലാവരും ചേർന്ന് ഒരു വഴിക്കാക്കി. ഇനി തിരുവഞ്ചൂർ കടക്കുന്നത് സുപ്രധാനമായ ഒരു വിഷയത്തിലേക്കാണ്, DCC പുനഃസംഘടന. അപ്പോൾ ശ്രീ തിരുവഞ്ചൂർ, ഈ ന്യൂ ജനറേഷൻ ഗ്രൂപ്പിനെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? ന്യൂ ജനറേഷൻ ലീഡർഷിപ്പിനെ ആരെ എതിർക്കുന്നത്? ഇന്ത്യയിൽ കോൺഗ്രസിലുള്ളതുപോലെ ന്യൂ ജനറേഷൻ ഗ്രൂപ്പ് ഒരു മിനിറ്റ് ന്യൂ ജനറേഷൻ ഗ്രൂപ്പ് ഇതെന്താ നാക്കേറി ചുറ്റാണ് ന്യൂ ജനറേഷൻ ഗ്രൂപ്പ് ലീഡർഷിപ്പ് ആർക്കെങ്കിലും ഉണ്ടോ? അപ്പൊ അതുകൊണ്ട് ന്യൂ ജനറേഷൻ മാത്രമല്ല, ന്യൂ ജനറേഷൻ ലീഡർഷിപ്പിലൂടെയാണ് കേരളത്തിലെ കോൺഗ്രസിനെ രക്ഷിച്ചു കൊണ്ടുവന്നത്. അത് ഞങ്ങളുടെ തലമുറയാണ്. 9 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന കേരളത്തിൽ. അത് ശേഷം 69 ഭിന്നിപ്പ് വന്നപ്പോൾ 5ആയി ചുരുങ്ങി. അവിടെ നിന്ന് കേരളത്തിലെ കോൺഗ്രസിനെ ഈ രൂപത്തിൽ എത്തിക്കാൻ അന്നത്തെ ന്യൂ ജനറേഷനാണ് സത്യം പറഞ്ഞാൽ ശ്രമിച്ചത്. അതുകൊണ്ട് ആ ന്യൂ ജനറേഷന്റെ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഇന്നത്തെ കോൺഗ്രസ് തന്നെ. ഭയങ്കരം തന്നെ. അപ്പോൾ താങ്കൾ ഈ പട്ടികയിൽ, ഈ ലിസ്റ്റിൽ തൃപ്തനാണ്? ഞാൻ ലിസ്റ്റ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പരസ്യമായി ഞങ്ങൾ അതിനെ ഒരു കാര്യം പറയില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുവരെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുക, അവിടെ ഞങ്ങളുടെ വിഷമങ്ങൾ പറയുക, അത് മാത്രം. എന്തൊരു നല്ല മറുപടി!
എന്നാലും ചോദിക്കട്ടെ, ഈ DCC പ്രഖ്യാപനം ഒരു ഗ്രൂപ്പിന് അനുകൂലമായി പോയില്ലേ? ഉമ്മൻചാണ്ടി അതിൽ അതൃപ്തനാണ്. ഇല്ല, ഗ്രൂപ്പേ ഇല്ലാതെയല്ലേ. അപ്പോൾ പിന്നെ അതിനെന്താ, ഒരു ഗ്രൂപ്പിൽ നിന്ന് ഇന്നലെ ശ്രീ AK ആന്റണി തന്നെ അത് വളരെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ഗ്രൂപ്പിനോട് മമതയും കാണിച്ചിട്ടില്ല, ഒരു ഗ്രൂപ്പിനോട് വിരോധം കാണിച്ചിട്ടില്ല. ഗ്രൂപ്പേ ഇല്ല. അതല്ല, KPCC പ്രസിഡന്റ് തന്നെ ഒരു ഗ്രൂപ്പായി കാര്യങ്ങൾ നീക്കി എന്നാണ് പറയപ്പെടുന്നത്. ഇല്ല, അങ്ങനെ ഒരു പറച്ചില്ല. ഇല്ല, അതൊക്കെ നിങ്ങളുടെ അവകാശം. ചായ കഴിച്ചു പോകണം. ആയിക്കോട്ടെ, കടിയൊന്നുമില്ലേ, ചായ തന്നെ വേണമെന്നില്ല, കരിക്കായാലും മതി. അത്രയേ ഉള്ളൂ. KSRTCയെ കുറ്റപ്പെടുത്താൻ കാണിച്ചതിൻ്റെ 1% ഊർജം ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായി നിന്ന് പറഞ്ഞിരുന്നെങ്കിൽ 4 പാടും ഗതികെട്ട് ഓടി നടക്കുന്ന ആ പാവത്തിന് സമാധാനമായനെ. അതെങ്ങനെ ഹൈക്കമാൻഡ് അറിഞ്ഞാലോ? വേണ്ട, അതുകൊണ്ട് ഒന്നും പറയണ്ട. ബാലൻ മിനിസ്റ്റർ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ഇടവേള കഴിഞ്ഞ് അങ്ങോട്ട് പോകണം. ആദിവാസികളുടെയും അതുപോലെ തന്നെ ദളിത് വിഭാഗത്തിന്റെയും വികാരങ്ങൾ എന്താണ് എന്നറിയാവുന്ന ഒരു പാർട്ടിയും പ്രസ്ഥാനവും മുന്നണിയുമാണ് ഇവിടെ. അതറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്.